Hey guys, welcome back to the 13th episode of our WhatsApp marketing series. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ചാറ്റ് ബോട്ട്സിനെ കൊണ്ടുള്ള യൂസ് എന്ന് സംസാരിച്ചു. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് പേർപ്പസ്, എന്താണ് ആക്ച്വലി വാട്സാപ്പ് മാർക്കറ്റിങ്ങിലൂടെ പേർപ്പസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഒന്നുമല്ല, ഇറ്റ്സ് ആക്ച്വലി to maintain your customers retention. ഓക്കെ, നമ്മൾ റിട്ടൻഷൻ, അക്വിസിഷൻ വേറെ, റിട്ടൻഷൻ വേറെ. ഓക്കെ, നമ്മൾ ഒരു കസ്റ്റമറിനെ CTW ആഡ്സ് വഴി നമ്മൾ അക്വയർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അക്വയർ ചെയ്ത കസ്റ്റമേഴ്സിനെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ആ ഒരു റിട്ടൻഷൻ അവിടെ കീപ്പ് ആവണം. അതിന് വേണ്ടിയിട്ട് നേർച്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വാട്സാപ്പിൽ ചാറ്റ് ബോട്ട്സ് സെറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ക്വയറീസ് ഒക്കെ 24/7 നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി റിട്ടൻഷൻ ആണ് അവിടെ നടക്കേണ്ടത്. അക്വിസിഷൻ്റെ പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് റൺ ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ അക്വയർ ചെയ്ത് പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്ത് അവർ വൺ ടൈം പർച്ചേസ് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ദേ വിൽ ലീവ് ദ ബ്രാൻഡ്. പിന്നെ അവർ വേറൊരു ബ്രാൻഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു 2000 കസ്റ്റമേഴ്സ് നമ്മൾ അക്വയർ ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ദ ചാൻസസ് ഓഫ് ദീസ് 2000 customers being retained by your brand is very high if you are doing WhatsApp marketing. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് മാർക്കറ്റിങ്ങിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ വന്ന 2000 കസ്റ്റമേഴ്സിനെയും നിങ്ങൾക്ക് നേർച്ചർ ചെയ്ത് അവർക്ക് വേണ്ട ക്വയറീസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യം ഓൺ ടൈമിന് അവർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് യു ക്യാൻ മേക്ക് ദം യുവർ ലൈഫ് ടൈം കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഒരു 2000 കസ്റ്റമർ നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ ഒറ്റൊരു പർച്ചേസിന് ശേഷം അവർ വേറൊരു ബ്രാൻഡ് സെർച്ച് ചെയ്തിട്ട് പോകും. അപ്പോൾ അങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്സാപ്പ് മാർക്കറ്റിങ്ങിലൂടെ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ നേർച്ചർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ഇൻഫർമേഷൻ ആണോ വേണ്ടത്, എന്ത് പ്രൊമോഷണൽ മെസ്സേജ് ആണോ വേണ്ടത്, എന്താണ് അവരുടെ പ്രോബ്ലം എന്നുള്ള കണ്ടെത്തലാണ് നിങ്ങളുടെ ബ്രാൻഡിന്റെ ജോലി. അപ്പോൾ ഈ ഒരു വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യാത്ത ബ്രാൻഡ്സിന്റെ കാര്യം ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദേ അക്വയർ സം കസ്റ്റമേഴ്സ്, ആ ഒരു കസ്റ്റമർ റിപ്പീറ്റിംഗ് ദ പർച്ചേസ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മേടിച്ചതിന് ശേഷം പിന്നെയും നിങ്ങളുടെ ബ്രാൻഡിൽ നിന്ന് മേടിക്കണം എന്നുള്ളതിന്റെ ചാൻസസ് ആർ വെരി ലോ ബിക്കോസ് ദേ ആർ നോട്ട് ഡൂയിങ് വാട്സാപ്പ് മാർക്കറ്റിംഗ്. അവർക്ക് വേണ്ട കാര്യം അവർക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗിലൂടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ബ്രാൻഡിനെ ഇപ്പോൾ വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്സാപ്പിൽ അവർക്ക് അപ്ഡേറ്റ്സ് കൊടുക്കും. അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ നീഡ്സ് എന്താ, അപ് സെല്ലിങ് ചെയ്യണം, ക്രോസ് സെല്ലിങ് ചെയ്യണം, അവർക്ക് വേണ്ട മെസ്സേജസ് ഓൺ ടൈമിന് അവർക്ക് മെസ്സേജസ് ട്രിഗർ ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു സപ്പോസ് 2000 കസ്റ്റമേഴ്സ് നമുക്ക് റീറ്റെയിൻഡ് ആയി കഴിഞ്ഞാൽ അത്രക്കും നിങ്ങൾക്കുള്ള ആ ഒരു പ്രോഫിറ്റ്, നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 10x റവന്യൂ നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുകയാണ് ചെയ്യുന്നത്. വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യാത്ത ബ്രാൻഡ്സിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് റീറ്റെയിനിങ് ദർ കസ്റ്റമേഴ്സ്. അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺലി ഓൺ അക്വിസിഷൻ. കസ്റ്റമർ വന്നാൽ മാത്രം പോരാ, ആ വന്ന കസ്റ്റമറിനെ നമ്മൾ എന്തായാലും റീറ്റെയിൻ ചെയ്യണം. അവർക്ക് വേണ്ട നേർച്ചറിങ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് അവർക്ക് സെല്ല് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് മെയിൻ പർപ്പസ്. നമ്മൾ വാട്സാപ്പ് മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിട്ടൻഷൻ ആണ്. ദ ടേം ഇസ് റിട്ടൻഷൻ മാർക്കറ്റിംഗ്. Okay guys, thank you for watching this video. See you guys in the next episode.